ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല മഞ്ഞൊക്കെയാണ്. രാവിലെ നമുക്കിന്നൊരു കല്യാണത്തിനൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. ഈസുകുട്ടി തലങ്ങണിയും കെട്ടിപ്പിടിച്ച് നല്ല ചെയ്തോണ്ടിരിക്കണോടാ. അമ്മച്ചിയുടെ ലിപ്സ്റ്റിക്ക് മാറ്റി കളഞ്ഞ് എൻ്റെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് മൊത്തവും പോയി ഗൈസ്. എല്ലാം മാച്ചളഞ്ഞ് കുറച്ചെടുത്തിട്ട് അതെല്ലാം മാച്ചളഞ്ഞു. അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് കുളിപ്പിക്കാനായിട്ട് ഞാൻ മണ്ടയിലോട്ട് കൊണ്ടുവന്നേട്ടോ. അപ്പം അവിടെ എണീക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ മുഖത്ത് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് മണ്ടയിൽ ചെന്ന് നിന്നപ്പോഴത്തേനും അവളതെല്ലാം തേച്ചൊരച്ച് കളഞ്ഞായിരുന്നു. ഇനി എനിക്കിപ്പോൾ ഒന്നേ തലേ പറ്റത്തുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ വാപ്പച്ചി കുളിച്ച് ഒരുങ്ങി കഴിയാറായി. അപ്പം വാപ്പച്ചി ഇറങ്ങി പോവാമെന്ന് പറയണതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കണം. ഞാൻ എന്നിട്ട് പോകണോ വേണ്ടേ എന്നൊക്കെ ഉള്ള രണ്ട് മനസ്സിലാണ് കേട്ടോ ഇരുന്നത്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒരുങ്ങണ കാര്യമാണ് ഭയങ്കര പാട് എവിടെയെങ്കിലും പോകാനായിട്ട്. അങ്ങനെ ഇസുക്കുട്ടി നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചൊരുക്കിയൊക്കെ നിർത്തി ഇസുവിൻ്റെ അടുത്തൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിൽക്കണതാണ് കേട്ടോ ഈ കോലം. എപ്പോഴും നാക്ക് നീട്ടി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെ ഉമ്മച്ചി ബേക്കിൽ വന്ന് വഴക്കുറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പുള്ളിക്കാരിയുടെ മുഖമൊക്കെ അങ്ങ് മാറി കണ്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം വാപ്പിച്ച് ഒരുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും നമ്മളിതാ വാരി പറക്കി എടുത്തുകൊണ്ട് ചാടി ഓടി വണ്ടിയിൽ കയറി ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് വീട്ടിൽ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണത്തിന് വന്ന് നല്ല അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുത്തില്ല, കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളത്. സംഭവം എനിക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വീഡിയോ ഒക്കെ എടുത്ത് തരാനും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഒരു രസമാണ്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഭയങ്കര നാണക്കേടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞൊരു 3-3:30 ആയപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നേരെ വീട്ടിൽ തന്നെ വന്നേട്ടാ. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ബിരിയാണി കഴിച്ചാൽ എന്താണ് നല്ല ക്ഷീണം കാണുമല്ലോ, അതിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേസ്. പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോകുന്നതിന് മുന്നേറ്റ് കുറച്ച് തുണി കഴുകി മണ്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏറ്റവും മണ്ടയിലായിട്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നല്ല മുട്ട വെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പറക്കാനായിട്ട് വന്ന് നല്ല കരുവാട് കണക്കായിട്ടുണ്ട് ഗേസ് തുണി. എനിക്ക് ആ ജീൻസിൻ്റെ പെയിൻറ്റ് താഴെ ഇട്ടാൽ കാറ്റ് കൊണ്ട് ഉണങ്ങത്തില്ല. കാരണം എനിക്ക് നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ള പെയിൻ്റാണ് കേട്ടോ അത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് മണ്ടയിൽ കൊണ്ടിട്ടതാണ്. ഞാൻ വന്നപ്പോഴത്തേനും സംഭവം നല്ല കരുവാടായി കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നുള്ളിപ്പറക്കി എടുത്ത് നേരെ താഴോട്ട് കൊണ്ടുവന്ന് വെച്ചേട്ടാ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇസുക്കുട്ടി ഇവിടെ അടുത്തിരുന്ന കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ അവൾക്ക് ഫോൺ കൊടുക്കാതിരുന്നാൽ എനിക്ക് വോയിസ് ഇടാൻ സമ്മതിക്കത്തില്ല. അടുത്ത് വന്നിട്ട് എന്തെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തുണിയൊക്കെ പറക്കി എടുത്ത് അതിനിടയ്ക്ക് വെച്ച് എനിക്ക് താഴെ തുണിക്കടയിലല്ല തൈക്കടയിലൊന്ന് പോകണമായിരുന്നു. ഡ്രസ്സ് മാറ്റി പോയിട്ട് വന്നതാണ്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജംഗ്ഷനിൽ കൂടെ പോകാനുള്ളത് കൊണ്ട് ഞാൻ അന്ന് എടുത്തില്ലായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറേ ദിവസമായിട്ട് പനി, ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് പനിയായിരുന്നേ. പനിയും ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 4 ദിവസമായി, സത്യം പറഞ്ഞാൽ 4 ദിവസമായി ഞാൻ തല കുളിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു താളിയൊക്കെ തേച്ചൊരച്ച് തലയിൽ അഴുക്കൊക്കെ തേച്ചൊരച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് താളിയിലേക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം താമസിച്ചു. പക്ഷേ 5 മണി. ഇനിയിപ്പോൾ ഇത് തലയിൽ തേച്ച് കുളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് എന്തരാണ് അവസ്ഥയെന്ന് അറിഞ്ഞൂടെ. കാരണം താളിക്ക് നല്ല തണുപ്പല്ലേ. ഉമ്മച്ചി കിടന്ന് വഴക്കുറയുന്നുണ്ടായിരുന്നു. എങ്കിലും പിറം കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഒരാഴ്ച ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 4 ദിവസത്തോളം തല കുളിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞതാ നാളെ പോകാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ പോവാണ് ഗേസ്. ഇത് ഞാൻ പണ്ടേ ചെയ്യുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ചെയ്യുമ്പോൾ എന്തോ എനിക്ക് നല്ലൊരു നമ്മളെ മുഖത്തൊക്കെ നല്ല എന്തോ ഒരു ഫ്രഷ്നെസ്സൊക്കെ തോന്നും. അങ്ങനെ ഞാനിത് പണ്ടേ ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ തൈരും കുറച്ച് വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ തേച്ചതിന് ശേഷം അപ്പോഴത്തെ നല്ല ഡ്രൈ ആവേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത്, മുഖത്തും കഴുത്തിലും തേക്കാൻ കേട്ടോ, നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാമേ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ, മുഖത്ത് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ നമുക്ക് കിട്ടും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. നല്ലതാണ് കേട്ടോ. എനിക്കെന്തോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് വന്നിരുന്ന സമയത്ത് തന്നെ ഇസുക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെടുത്താലും അവിടെ കൂടെ വരും, അതങ്ങനെയാണല്ലോ. അപ്പോൾ അവളും വന്നിരുന്നിട്ട് അവളെ മുഖത്ത് വെച്ച് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം കുടിപ്പിച്ചിട്ട് ഞാൻ കയറ്റിയതാണ്.
ഇനിയിപ്പോൾ ഒന്നും കൂടെ കുളിപ്പിക്കണം, അതാണ് പാട്. കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് അവിടെ നിന്നളയും. ഭയങ്കര താമസമാണ് കുളിച്ച് കയറി വരാനായിട്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പാടാണ് ഈശ്വരനെ കുളിപ്പിക്കണ കാര്യം. കാരണം വെള്ളത്തിലും സോപ്പിലും കളിച്ച് അവിടെ തന്നെ നിന്നളയും. അങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ എൻ്റെ അടുത്ത് വീണ്ടും വന്ന് നിന്ന് ഫേഷ്യലൊന്ന് മുഖത്തിങ്ങനെ ഇതൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നോക്കി തേക്കാനായിട്ട് മറ്റേ ചെറിയ കണ്ണാടി ഇല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് മറ്റേ കോമ്പാക്റ്റിൻ്റെതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈസുകുട്ടി അതിൽ വന്ന് പിടിക്കുന്നുണ്ട്, അവൾക്ക് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇടയ്ക്കൊന്ന് എത്തിയൊക്കെ നോക്കി. അത് ഫോട്ടോ അവളെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ചിരിയൊക്കെ വന്നേട്ടോ അതിൽ. നല്ലതുപോലെ തേച്ച് കൊടുക്കുക. കണ്ണിലൊന്നും കുഴപ്പമൊന്നുമില്ല, കണ്ണിലോടുകൂടി മറ്റേ ആഫ്രിക്കയിലുള്ള സാധനത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നാലും കഴുകിക്കളയാൻ സത്യമായിട്ട് എന്നെ കാണുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് മറ്റേ ആഫ്രിക്കയിലെ മറ്റേ സാധനത്തിന് കണക്കാണ്. ഞാൻ പിന്നെ എന്താണ് ഇതിനെക്കുറിച്ച് സ്വന്തമായിട്ട് വന്ന് വർണ്ണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേസ്. അതാണ് നമ്മളൊക്കെ നേരത്തെ കണ്ടത്. ഇതിലാണ് സംഭവം എന്ന് മനസ്സിലായില്ല, നമ്മുടെ തൈരും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ എന്താണ് ഇത് കഴുകിയതിന് ശേഷമുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാണാനില്ല. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും പണ്ടാരം അത് എവിടെ പോയി എന്തോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി എടുത്ത് വയ്ക്കുക, അതൊരു പകുതിയും ഡിലീറ്റായിപ്പോൾ. എങ്ങനെയോ ഞാൻ സ്പേസ് ഫുള്ളായപ്പോഴത്തേനും ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.